ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി കോളിഫ്ലവറിൻ്റെ ഫ്രൈ ആണ്. അതിൻ്റെ ആദ്യമായിട്ട് നമ്മൾ കോളിഫ്ലവർ മഞ്ഞളും ഉപ്പും ചേർത്ത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോഴിമുട്ടയുണ്ട്, അതിനകത്ത് ഒരെണ്ണം മതി. കുരുമുളക് പൊടിയുണ്ട്, സൺഫ്ലവറിൻ്റെ ഓയിലുണ്ട്, മുളക് പൊടിയുണ്ട്, ഡാൽഡയുണ്ട്, നാരങ്ങ ഉണ്ട്, യെല്ലോ കളറുണ്ട്, ഫുഡ് കളറുണ്ട്, ബിരിയാണിക്കകത്തൊക്കെ ചേർക്കുന്നതാണ്. പിന്നെ ഇത് കടലമാവുണ്ട്, പിന്നെ മസാല പൊടിച്ചുണ്ട്, മസാലക്കൂട്ട് പൊടിച്ചുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ അതിൻ്റെ ക്രമമായിട്ട് ഞാൻ ചേർക്കാം, നിങ്ങളിത് കണ്ടുപിടിച്ചോണം. ആദ്യമായിട്ട് നമ്മളൊരു പഴയ അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് കമത്തിയിരിക്കുന്നത്. ഉരുളി കമത്തിയതിന് ശേഷം അതിലോട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. കുരു കളയാൻ നേരമില്ല നമുക്ക്. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ അങ്ങോട്ട് നല്ലപോലെ ഞെക്കി പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് വേണേൽ ഇപ്പോൾ സമയം പോലെ കുരു കോരി കളഞ്ഞാൽ മതി. അടുത്തും കൂടെ പിഴിയുക. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നു. അതിന് ശേഷം ഇതുണ്ടാവും നമ്മുടെ കടലമാവ് 1, 2, 3. കടലമാവ് 3 സ്പൂൺ ഇട്ട്, 1 സ്പൂൺ ഇട്ടില്ല, 4 സ്പൂൺ. 4 സ്പൂൺ കടലമാവിട്ട് ഇപ്പം കളർ ചേർക്കണം, ഫുഡ് കളർ. അത്ര മതി. മുളക് പൊടി 1, 2, 3 സ്പൂൺ ചെറുത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതുണ്ട്, ഒരു സ്വല്പം ഇട്ടാണ്, ഒരു സ്വല്പം ഡാൽഡ. ബാക്കി നമുക്ക് തിളപ്പിക്കുമ്പോൾ പൊരിക്കുന്നതിനകത്ത് ചേർക്കാം. മല്ലിപ്പൊടി 1 സ്പൂണ്, ഒരു മുട്ട. അവസാനമായിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ഇതിൻ്റെ അളവിനും കോളിഫ്ലവറിൻ്റെ കൂടെ അളവിനാണ് ഇത്രയും ചേർക്കുന്നത്. ഇത് പിന്നെ ഇത് കണ്ടോ, സാധാ ഉപ്പ് അല്ലാത്തതുകൊണ്ട് ഇച്ചിരി കൂടുതൽ കിട്ടാന്നല്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി കേട്ടോ. അത് കഴിഞ്ഞ് വേണേൽ നമുക്ക് ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. ലാസ്റ്റ് ഇതിൻ്റെ മേളിലോട്ട് സ്വല്പം മസാലപ്പൊടി ഇടും. ലാസ്റ്റ് കലാപരിപാടിയായ ഉരുളിയിലേക്ക് നമ്മൾ ഇവനെ കമത്തുകയാണ്. അതിനുശേഷം നമ്മളിത് മൊത്തം ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഒരു 1/4 മണിക്കൂർ നേരം ഇതിനെ എവിടെയെങ്കിലും അനക്കാതെ വെക്കണം. കഴിവതും ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെക്കുന്നതാണ് നല്ലത്. ഇവൻ ഇവിടെ ഇരുന്ന് സെറ്റാകട്ടെ എന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 1/2 മണിക്കൂർ കഴിഞ്ഞ് കാണാം. ഇനി ഇതിൻ്റെ അവസാന ഭാഗമായ വറക്കലിലേക്ക് കിടക്കുകയാണ്. ആവശ്യം പോലെ എടുത്ത് അവിടെ ഇവിടെ എല്ലാം പരത്തിയിടുക. എന്നിട്ട് നമ്മൾ ഇത് രണ്ട് റൗണ്ട് പൊരിക്കേണ്ട വരും. കുറച്ചുകൂടെ മിച്ചമുണ്ട്. വെന്തതിന് ശേഷമുള്ള വീഡിയോ ബാക്കി കാണിക്കാം കേട്ടോ. ഓക്കെ, സംഭവം ഓക്കെ ആയി, ഏകദേശം വരുന്നുണ്ട്. 1 സെക്കൻഡ് കഴിയണം. ഓക്കെ, പരുവായിട്ടുണ്ട്. എണ്ണ ഊറിപ്പോയി കഴിഞ്ഞാൽ ഓക്കെ കഴിക്കാൻ പറ്റും. സംഭവം പരുവായിട്ടുണ്ട്. എണ്ണ ഊറി പോകുന്ന പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ മാറ്റും. അതിന് മുൻപേ ഇതിങ്ങനെ ഇതിലോട്ട് ആക്കിയെന്നുള്ളൂ.